വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 6ാം ക്ലാസ്സിലെ മാത്സിന്റെ 9ാമത്തെ ചാപ്റ്റർ ആണ് ലൈൻസ് ആൻഡ് ആംഗിൾസ്, വരകളും കോണുകളും. 1ാമത്തെ പാർട്ട് ഞാൻ ഇട്ടതാണ് കേട്ടോ. അതിനകത്തിൽ നമ്മൾ ഒരു ബേസ് ഒന്ന് എടുത്തായിരുന്നു. പോയിന്റ് എന്നാൽ എന്താണ്, ലൈൻ എന്നാൽ എന്താണ്, റേ എന്നാൽ എന്താണ്, ലൈൻ സെഗ്മെന്റ് എന്നാൽ എന്താണ് കേട്ടോ, പാരലൽ ലൈൻ എന്നാൽ എന്താ. കാരണം ഈ ചാപ്റ്ററിൽ എന്തൊക്കെയുണ്ടോ അതിന്റെ ഒരു ബേസ് ഞാനൊന്ന് എഴുതിയിട്ടതാണ് കേട്ടോ. പെർപെൻഡിക്കുലർ ലൈൻ എന്താണ്, ഇന്റർസെക്റ്റിംഗ് ലൈൻ എന്താണ്, ഇത് ഇത്രയും ഒന്ന് പഠിച്ചു വെച്ചേക്കണേ കേട്ടോ. എന്ന് വെച്ചാൽ നമ്മളിനി അങ്ങോട്ട് പഠിക്കാൻ പോകുമ്പോൾ ഇതൊക്കെ ആവശ്യമാണ്. അപ്പം എന്താണെന്ന് ഒന്ന് അറിഞ്ഞിരിക്കാനാണ് കേട്ടോ. ഓരോന്നും എന്താണെന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പം നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് ഇവിടെ ആംഗിളുകളെ കുറിച്ചാണ്. ഇത് നമ്മൾ ഇട്ടതാവും, നിങ്ങളെ 1ാമത്തെ പാർട്ടിൽ ഇട്ടത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ആംഗിൾ എന്നാൽ എന്ത് നമുക്കറിയാം. നമ്മൾ 5ാം ക്ലാസ്സിൻ്റെ 1ാമത്തെ ചാപ്റ്റർ തന്നെ വരകളും കോണുകളും വൃത്തങ്ങളും എന്നൊക്കെ ഉള്ള പാഠമായിരുന്നു അല്ലേ. അന്നേരം നമ്മളിപ്പോൾ 6ാം ക്ലാസ് ആയപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ഓർമ്മയുണ്ട്. വെൻ ടു റേസ്, റേ എന്നാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞതാണ്. അതായത് ഒരു പോയിന്റിൽ നിന്നും ഓർത്ത് വെച്ചാണ് നിങ്ങൾ ഒരു കണക്കുകളും കാണാതെ പഠിക്കരുത്, മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ്. കാരണം എന്താണെന്നറിയോ, നമ്മുടെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മൾ ഈ കാണാതെ പഠിച്ചുകൊണ്ട് പോകും. ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ എന്തുവാ, ഇതൊന്നും ആയിരിക്കത്തില്ല ഇല്ലേ. ഓണപ്പരീക്ഷയ്ക്ക് നിങ്ങൾക്കത് മനസ്സിലായി കാണും. നമ്മൾ ചില കണക്കുകൾ കാണാതെ പഠിച്ച് അങ്ങനെയാണെന്ന് പറഞ്ഞ് പഠിച്ചുകൊണ്ട് പോകും. പക്ഷേ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ എന്താണെന്നറിയോ, ഇതൊന്നും ആയിരിക്കത്തില്ല ക്വസ്റ്റ്യനിൽ കേട്ടോ. ഞാൻ എൻ്റെ അടുത്ത് കുറേ കുട്ടികൾ അങ്ങനെ പറഞ്ഞു, ഇതൊന്നും അല്ല, ഒന്ന് വെളിയിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ് വന്നത്, വെളിയിൽ നിന്നുള്ള ഇങ്ങനെയാണ് പറയുന്നത് അല്ലേ. പക്ഷേ അതെന്താണെന്നറിയോ, നമുക്ക് അതിനെക്കുറിച്ച് അറിയാൻ വയ്യാത്തതുണ്ടാവും നിങ്ങളെ. ഒരു പോയിന്റിൽ നിന്നും പോകുന്ന വരയെ നമ്മൾ റേ എന്നാ പറയുന്നത്, രശ്മി എന്നാ അതിൻ്റെ മലയാളം കേട്ടോ. റേസ്, റേ, രശ്മി. അങ്ങനെയാണെങ്കിൽ ഒരു പോയിന്റിൽ നിന്നും വരയ്ക്കുന്ന വരയെ റേ ആണെങ്കിൽ ആ പോയിന്റിൽ നിന്നും നമ്മൾ എങ്ങോട്ടെങ്കിലും ഒരു വര എങ്ങോട്ടെങ്കിലും ഒരു റേയൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്താവും നിങ്ങളെ, അവിടെ ഒരു ആംഗിൾ അല്ലെങ്കിൽ കോൺ ഉണ്ടാകും എന്നാ പറയുന്നത്. അങ്ങനെയൊക്കെ പഠിച്ചാൽ മതി. കണക്കൊരിക്കലും കാണാതെ പഠിക്കരുത്, മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഒരു പോയിന്റിൽ നിന്നും പോകുന്നതാണ്ട് ഇതിനെ നമ്മൾ റേ അല്ലെങ്കിൽ രശ്മി എന്ന് പറയുന്നു. ആ പോയിന്റിനട ഇതിൻ്റെ എൻഡ് പോയിന്റ് ഇല്ലേ എന്ന് വെച്ചാൽ തുടങ്ങുന്നതാണ്ട് ഈ പോയിന്റ്, അത് നീ തിരിച്ചായാലും മതി. നമ്മൾ ഇങ്ങോട്ട് വരച്ചേ എന്ന് വെച്ചാൽ അതിനൊരു എൻഡ് പോയിന്റും ഉണ്ട്. ഇത് ഇങ്ങനെ കണ്ടിന്യൂ പോയിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ളതിന് അതിങ്ങനെ ആരാ കൊടുക്കുന്നത്, ഇതിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുക. നമ്മുടെ സൂര്യപ്രകാശം, സൂര്യനിൽ നിന്നും, ഇത് സൂര്യനാണ് അല്ലേ, സൂര്യനിൽ നിന്നും പ്രകാശം ഇങ്ങോട്ട് അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ. നമ്മളൊരു ടോർച്ച് എടുത്തിട്ട് ടോർച്ചിൻ്റെ പ്രകാശം എന്താ, ഒരു പോയിന്റിൽ നിന്നാണ് ആ ടോർച്ച് നമ്മൾ പ്രകാശം അടിക്കുന്നത് അല്ലേ. അതിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുക, എങ്ങോട്ടൊക്കെ ഉണ്ടോ അങ്ങോട്ടൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുക. അങ്ങനെയൊക്കെ മനസ്സിലാക്കി പഠിക്കണം. അപ്പോൾ അങ്ങനെ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങനെ വരയ്ക്കുന്നതിനെ നമ്മൾ റേ അല്ലെങ്കിൽ രശ്മി എന്ന് പറയുന്നത് മനസ്സിലാക്കണേ നിങ്ങൾ കേട്ടോ. അങ്ങനെ ആ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ഒരെണ്ണവും കൂടി ഒരു റേയും കൂടെ അല്ലെ ഒരു രശ്മിയും കൂടെ വരച്ചാൽ അവിടെ എന്തുണ്ടാകും, അവിടെ ഒരു ആംഗിൾ ഉണ്ടാവും കേട്ടോ. അവിടെ ഒരു കോണുകൾ ഉണ്ടാവും. അതായത് വെൻ ടു റേസ്, രണ്ട് റേസുകൾ മീറ്റ് ചെയ്യുന്നു അറ്റ് എ കോമൺ എൻഡ് പോയിന്റ്, ഒരു എൻഡ് പോയിന്റിൽ അല്ലേ. ഇതിനെ നമ്മൾ ഈ പോയിന്റിന് നമ്മൾ വെർട്ടെക്സ് എന്നാ പറയുന്നത്. നമ്മൾ ഈ മൂലഭാഗം, കോർണർ, മൂല, അരിവ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അപ്പം ഇത് വെർട്ടെക്സ് എന്നാ പറയുന്നത് കേട്ടോ, വെർട്ടെക്സ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ ഇതിനെ ഈ വെർട്ടെക്സിൽ നിന്നും പോകുന്ന ഇതിനെ നമ്മൾ ആംസ് എന്ന് പറയാം കേട്ടോ. ആംസ്, റേസ് എന്നൊക്കെ പറയാം കേട്ടോ. ഇതൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചേക്കണേ. അപ്പോൾ നമ്മുടെ ടെസ്റ്റിൽ നമ്മൾ 1ാമത്തെ ഇതിൽ പറഞ്ഞതാ, നോക്കിക്കേ. കോണുകൾ വരയ്ക്കാനും അളക്കാനും എല്ലാം നമ്മൾ പഠിച്ചല്ലോ. ഒരു വര വരച്ച് അതിൻ്റെ ഒരറ്റത്തുകൂടി മറ്റൊരു വരയും വരച്ചാൽ ഒരു കോണായി. ഇതൊരു വരയല്ലേ കുഞ്ഞികളെ, നോക്കി ഈ ഒരു വരയാണ്. ഈ വരയുടെ ഒരറ്റം, ഏതെങ്കിലും ഒരറ്റം ഞാൻ ഈ അറ്റത്ത് നിന്ന് ഇങ്ങോട്ട് വരയ്ക്കാം. ഇങ്ങോട്ട് വരച്ചെന്ന് വെച്ചോ, ഇവിടെ എന്തോ ആയി നോക്കിയേ, അവിടെ എന്തോ ആയി, ഒരു കോണായി അല്ലേ, ഒരു ആംഗിളായി. അതാണ് നമ്മളോട് പറഞ്ഞത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വേണമെങ്കിലും വരയ്ക്കാം കേട്ടോ. അതുകൊണ്ട് ഇവിടെ നിന്നും ഇങ്ങോട്ട് വരച്ചാലും എന്താ, ഇവിടെ ഒരു ആംഗിള് ഉണ്ടാകും കേട്ടോ, ഒരു കോണ് ഉണ്ടാകുമെന്ന കേട്ടോ. 2ാമത്തെ വര കുത്തനെ മേൽപോട്ട് വരച്ചാൽ, ഇത് നോക്കൂ നിങ്ങളെ, നേരെ വരയ്ക്കുക. അതുകൊണ്ട് നേരെ ഈ ഒരു വര വരച്ചിട്ട്, നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഒരു വര വരച്ചിട്ട് നേരെ താപ്പോട്ടാണ് വരച്ചേക്കുന്നത്. അതിനാണ് ഇവിടെ കുത്തനെ എന്ന് പറയുന്നത് കേട്ടോ. കുത്തനെ മേൽപോട്ട് വരച്ചാൽ അതിനെ എന്താ പറയുന്നത്, നമ്മൾ 1ാമത്തെ പാർട്ടിൽ ഇത് പഠിച്ചതാ, എന്നാലും ഒന്നുകൂടെ പറഞ്ഞു നിങ്ങൾ. അതിനെയാണ് മട്ടകോൺ കേട്ടോ. എന്താ പറയുന്നത്, മട്ടകോൺ. അതിനെ ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്, നേരെ ഇരിക്കുകയാണെങ്കിൽ അതിനെ എന്താ, റൈറ്റ് ആംഗിൾ എന്നാ പറഞ്ഞത്, റൈറ്റ് ആംഗിൾ കേട്ടോ. അത് നല്ലപോലെ മനസ്സിലാക്കണേ, റൈറ്റ് ആംഗിൾ. ഇനി നോക്കിയേ, ഇത് നേരെ ആയിരിക്കുന്നത് അല്ലേ, നേരെ. ഇനി നോക്കിയേ, ഇത് നേരെയാണോ, നോക്കിയേ, അല്ല, ഇതെന്താ, ചരിഞ്ഞ് അല്ലേ, കുനിഞ്ഞിരിക്കുക എന്ന് നമ്മൾ പറയത്തില്ലേ, ചരിഞ്ഞ് നോക്കിയേ, കുനിഞ്ഞിരിക്കുക. അപ്പം 90-നേക്കാൾ ഇത് നോക്കൂ നിങ്ങളെ, നേരെ ഇരിക്കുകയാണെങ്കിൽ അത് പറഞ്ഞില്ലല്ലോ, നേരെ ആയിരിക്കുന്നതെങ്കിൽ അത് നമ്മൾ 1ാമത്തെ പാർട്ടിലെല്ലാം
ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. നേരെ ഇരിക്കുമെങ്കിൽ അത് 90 ഡിഗ്രി ഉള്ള ആംഗിളാണ്. അതായത് ഒരു റൈറ്റ് ആംഗിൾ അല്ലെങ്കിൽ മട്ടകോണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 90 ഡിഗ്രി ഉള്ള ആംഗിളാണ്, 90 ഡിഗ്രി ഉള്ള ആംഗിളാണ് കേട്ടോ. അപ്പോൾ ഇത് നോക്കിക്കേ, ഇത് നേരെ ഇരിക്കുവാണോ? 90 ഡിഗ്രി ഉള്ള ആംഗിളാണോ? അല്ല, ഇതെന്താ എന്താ കുനിഞ്ഞിരിക്കുക. അപ്പം 90 ഡിഗ്രിയേക്കാൾ എന്താ ചെറുതാണ് അല്ലെ കുറവാണെങ്കിൽ അതിനെ നമ്മൾ അക്യൂട്ട് ആംഗിൾ എന്നാണ് പറഞ്ഞത്. എന്താ അക്യൂട്ട്? ഇവിടെ നമ്മളോട് ആംഗിൾ ഏതാണെന്ന് നിങ്ങളോട് ചോദിച്ചിട്ടില്ല, പക്ഷെ നമ്മളത് പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. നമ്മുടെ ടെസ്റ്റിൽ നമുക്ക് ഈ ആംഗിളിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ടെസ്റ്റിൽ അത് പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മളത് പഠിച്ചു വെക്കണം കുഞ്ഞുങ്ങളെ. അക്യൂട്ട് ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂന കോണെന്നാണ് കേട്ടോ. എന്താ മലയാളം മീഡിയക്കാർക്ക് ന്യൂനകോണ് എന്ന് വെച്ചാൽ 90-നേക്കാൾ 90 ലെസ് ദാൻ 90 ഡിഗ്രി കേട്ടോ. LESS ലെസ് ദാൻ 90 ഡിഗ്രി, 90-നേക്കാൾ കുറവാണെങ്കിൽ പഠിച്ചു വെച്ചേക്കണ എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ. ഇതൊക്കെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അക്യൂട്ട് ആംഗിൾ അല്ലെങ്കിൽ ന്യൂനകോണം എന്ന് വെച്ചാൽ 90 ഡിഗ്രിയേക്കാൾ ലെസ് ദാൻ 90 ഡിഗ്രി കേട്ടോ. അങ്ങനെ ആംഗിൾ ഇത് നോക്കിക്കേ, ഇത് നിങ്ങളൊന്ന് നോക്കിക്കേ, നേരെ ആണോ? നേരെയാണോ? അല്ല, എന്താ ഇതിങ്ങനെ കുറച്ചുകൂടെ വലുതാണ്. അപ്പോൾ എന്താ മോർ ദാൻ 90 ഡിഗ്രി അല്ലേ? 90 ഡിഗ്രിയേക്കാൾ മോർ ദാൻ 90 ഡിഗ്രിയാണ് കേട്ടോ. 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണെങ്കിൽ അതിനെ ഒബ്റ്റ്യൂസ് സ്പെല്ലിങ് പഠിക്കണേ, ഒബ്റ്റ്യൂസ് ആംഗിള് കേട്ടോ. അല്ലെങ്കിൽ ബൃഹത് കോണെന്നാണ് നമ്മൾ മലയാളം ബൃഹത് കോണെന്നാണ് പറയുന്നത് കണ്ടോ. ഇത് നേരെ ഇരിക്കുകയാണ്, ഇത് നോക്കിയേ നേരെ ഇരിക്കുകയാണ്. ഇത് കുനിഞ്ഞിരിക്കുന്നുണ്ടോ? കുനിഞ്ഞിരിക്കുകയാണെങ്കിൽ 90-നേക്കാൾ കുറവാണ്. അതിനെ എന്താ ലെസ് ദാൻ 90 ഡിഗ്രി അക്യൂട്ട് ആംഗിൾ. ഇത് നോക്കിയേ 90-നേക്കാൾ കൂടുതലാണ് അല്ലേ? കൂടുതലാണെങ്കിൽ എന്താണ്? ഒബ്റ്റ്യൂസ് ആംഗിൾ അല്ലെങ്കിൽ ബൃഹത് കോണ്. ഇത് അളന്ന് പറഞ്ഞാലോ എന്ന് പറയുന്നുണ്ട്. നമ്മുടെ പൊട്രാക്ടർ ഈ സാധനം ഉണ്ടല്ലോ, ഈ പൊട്രാക്ടർ എടുത്തിട്ട് അളന്ന് നോക്കുമ്പോൾ ഇത് 60 ഡിഗ്രിയാണ്. നേരെ ഇരിക്കുവാണെങ്കിൽ ഇതിന് എന്താ 90 ഡിഗ്രിയാണെന്ന് പറയേണ്ട കാര്യമില്ല കുഞ്ഞുങ്ങളെ. ഏതാണ്ട് ഇവിടെ ഒരു കട്ട പോലൊരു സാധനം കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തോണേ, അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇനി 90 ഡിഗ്രി. ഇനി ഇങ്ങനെ ഒരു പടം തന്നിട്ട് പരീക്ഷയ്ക്ക് നിങ്ങളോട് ചോദിക്കുക അത് എത്ര ഡിഗ്രിയാണ് കേട്ടോ. എന്താ അങ്ങനെ ചോദിച്ചുകൂടായോ? ഇങ്ങനെ തന്നിരിക്കുക, അപ്പം നിങ്ങളെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ചോദിക്കുക ഇത് എത്ര ഡിഗ്രിയാണ് നിങ്ങൾ പറ. എങ്ങനെയാവും നിങ്ങളെ ഒന്നും ആലോചിക്കണം. നോക്കിയേ നേരെയായിരിക്കുന്നത്. നേരെ ഇരുന്ന് കഴിഞ്ഞാൽ അതെന്താ തന്നെ വല്ലതായിട്ട് ഇവിടെ ഒരു കട്ട കിടപ്പുണ്ട്. ഇതിന് നോക്കിയേ കട്ടയാണോ? ഇതിന് നോക്കിയേ കട്ടയാണോ? അല്ല, ഇതൊക്കെ ആംഗിളുകളാണ് കേട്ടോ. ആംഗിൾ എന്ന് വെച്ചാൽ 90 ഡിഗ്രി വരെ ആംഗിളാണ് കേട്ടോ. എന്താ മട്ടകോണാണ്. എന്നാലും നോക്കിയേ കട്ട കൊടുക്കുന്നത് എന്തിനാവും നിങ്ങളെ? റൈറ്റ് ആംഗിളിനാണ് കേട്ടോ. റൈറ്റ് ആംഗിൾ. ഇനി അവരങ്ങനെ എപ്പോഴും പറയത്തില്ല അതാണ്ട് ഇത് റൈറ്റ് ആംഗിളാണേ, ഇത് മട്ടകോണാണേ, നിങ്ങൾ നോക്കിക്കോണേ എന്നൊന്നും നമ്മളോട് പറയത്തില്ല. നമ്മളെന്താ നമ്മൾ ഇതുവരെ പഠിച്ചു വന്ന രീതി വെച്ചിട്ട് നേരെ ഇരിക്കുന്ന ഒരു ആംഗിൾ എന്ന് വെച്ചാൽ റൈറ്റ് ആംഗിളാണ്, 90 ഡിഗ്രിയാണ് കേട്ടോ. ഇനി നോക്കിയേ, ഇത് നോക്ക് 90-നേക്കാൾ കുറവാണ്. അപ്പോൾ ഇതെന്താ? അക്യൂട്ട് ആംഗിൾ അല്ലെ ന്യൂനകോണാണ്. 60 ഡിഗ്രി ഉള്ള ഒരു ആംഗിൾ വരയ്ക്കാൻ അറിയാമോ നിങ്ങളെ? ഇത് പൊട്രാക്ടറാണ്. നമ്മൾ പൊട്രാക്ടറിൽ ആംഗിൾ വരയ്ക്കാൻ ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ഇതിൽ പഠിപ്പിച്ച കുഞ്ഞുങ്ങളെ. നമ്മൾ ആ ഒരു ആംഗിൾ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റിൽ നമ്മളോട് നമ്മൾ താഴെ ഒരു വര വരയ്ക്കുക. അതിന് കറക്റ്റായിട്ട് മെഷറൊന്നും വേണ്ട കേട്ടോ. വരച്ചിട്ട് പക്ഷേ ഇനിയും വേണം എന്താണെന്നറിയോ? അതാണ്ട് ഈ പോയിന്റിൽ ഒരു കുത്തു കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ പൊട്രാക്ടർ എടുത്തിട്ട് ആ കുത്തേൽ വേണം നമ്മുടെ ഈ സൂര്യനെ എടുത്ത് വെക്കാൻ. സൂര്യനെ കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഈ സൂര്യൻ്റെ ഈ പോയിന്റ്. അതിനാണ് ഞാൻ ഇച്ചിരി അത് തെളിയിച്ച് വരച്ചത് കേട്ടോ. അന്നേരം ആ സൂര്യൻ്റെ എന്നിട്ട് ഈ പോയ വര ആ സീറോയെ തന്നെ വെക്കണം. പൊട്രാക്ടർ നേരെ തന്നെ പിടിക്കണേ. സീറോയെ തന്നെ വെച്ചിട്ട് എന്താ നമ്മളോട് 60 ഡിഗ്രി വരയ്ക്കാൻ പറഞ്ഞാൽ താഴത്തെ എടുക്കണം. നമ്മൾ മേളിലത്തെ എടുക്കുന്നതെങ്കിൽ ഇവിടെ വെക്കണം. മനസ്സിലായോ? നമ്മളിപ്പോൾ മേളത്തെ എടുക്കുന്നെങ്കിൽ പൊട്രാക്ടർ ഇവിടെ വെച്ചിട്ട് 0 മുതൽ എണ്ണി 60 ഇവിടെ വരും കേട്ടോ. അതേപോലെ നമ്മൾ ഇപ്പുറത്താണ് വെക്കുന്നതെങ്കിൽ അതറിയാമോ പൊട്രാക്ടറിൻ്റെ? ഇനി ഇപ്പുറമാണ് വെക്കുന്നതെങ്കിൽ താഴത്തെ വേണം എടുക്കാൻ കേട്ടോ. ഇവിടെയാണ് വെക്കുന്നതെങ്കിൽ മേളത്തേത്, ഇവിടെയാണ് വെക്കുന്നതെങ്കിൽ താഴത്തേത് കേട്ടോ. അതൊന്നും പഠിച്ച് വെച്ചേക്കണേ. അപ്പോൾ നമ്മളോട് ചിലപ്പോൾ 50 ഡിഗ്രി ഉള്ള ഒരു ആംഗിൾ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഇത് ഇവിടെ വെക്കുമെന്നൊന്നും ഡൗട്ട് വേണ്ട. ഇവിടെയാണ് വെക്കുന്നെങ്കിൽ മുകളിലത്തെ എടുക്കുക, ഇവിടെയാണ് നമ്മൾ വെക്കുന്നെങ്കിൽ താഴത്തെ എടുക്കുക. താഴെ നോക്കിക്കേ 0 തന്നെ വെക്കണം കേട്ടോ. എന്നിട്ട് നോക്കി 60 നമ്മളോട് പറഞ്ഞെങ്കിൽ 0, 10, 20, 30, 40, 50, 60. 60യുടെ മണ്ടക്കലത്തെ ആ വലിയ വരയിലൊരു കുത്തു കൊടുക്കുക. സ്കെയിൽ വേണമെന്നൊന്നുമില്ല നിങ്ങൾ. ഏതാണ്ട് ഇതിങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യുക? 60 ഡിഗ്രിയുടെ ആ നേരെ നോക്കിയിട്ട് ഒരു വര കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഒരു ആംഗിൾ കൊടുക്കുക. ഇത് 60 ഡിഗ്രിയാന്ന് കാണിക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെയാണ് ആംഗിൾ വരയ്ക്കുന്നത്. അതിനി നമ്മളോട് ഇപ്പോൾ 70 ആയാലും 80 ആയാലും 90 ആയാലും ഏതോ ആയിക്കോട്ടെ അങ്ങ് വരച്ചോണം.
കേട്ടോ. ഓക്കെ ആണോ അത്രയും? അപ്പോൾ ഇവിടെ 60 ഡിഗ്രി ആണെങ്കിൽ അത് ഏത് ആംഗിൾ ആയിരിക്കും? അക്യൂട്ട് ആംഗിൾ അല്ലേ? കാരണം എന്താ, 90യേക്കാൾ ചെറുതാണ്, ലെസ് ദാൻ 90 ആണ്. ഇവിടെ നോക്കിയേ, മോർ ദാൻ അല്ലേ, 90 മോർ ദാൻ 90 ആണ്, 90യേക്കാൾ കൂടുതലാണ്. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അപ്പോൾ ഇതിനെ നമുക്ക് എന്താ പറയാം? അക്യൂട്ട് അല്ലേ. ഇതോ ഒബ്റ്റ്യൂസ്. നമ്മളോട് ഏത് ആംഗിളാണെന്ന് ചോദിച്ചിട്ടില്ല, എന്നാലും പഠിച്ച് തന്നെ പോവുക കേട്ടോ. അക്യൂട്ട് ആംഗിൾ എന്ന് വെച്ചാൽ ന്യൂനകോണ്, ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് വെച്ചാൽ ബൃഹത് കോണ്. എല്ലാം പഠിച്ച് തന്നെ പോകണം കേട്ടോ കുഞ്ഞുങ്ങളെ. അല്ലാതെ നമ്മൾ ഇതിനകത്തിലൊന്നും പഠിക്കാനില്ല എന്ന് കരുതണ്ട, ഇതിനകത്തിലൊക്കെ പഠിക്കാനുണ്ട്. നോക്കിക്കേ, ഇനി ഒരു വര വരച്ചിട്ട് മറ്റൊരു വര ഒരറ്റത്ത് നിന്നും വരയ്ക്കുന്നതിന് പകരം മറ്റൊരു വര, ഇവിടെ നോക്കിയാൽ നമ്മൾ ഇതുവരെ വരച്ചത് ഒരു വര വരച്ചിട്ട് ഒന്നുകിൽ ഈ അറ്റത്ത് നിന്നോ അല്ലെങ്കിൽ ഈ അറ്റത്ത് നിന്നോ ആണ് നമ്മൾ ആംഗിൾ വരച്ചത് അല്ലേ. ഇവിടെ നോക്കിക്കേ, ഏത് പടം എടുത്താലും നോക്കിയേ, ഈ അറ്റത്ത് നിന്നാണ് അല്ലേ. നോക്കിക്കേ, എല്ലാ അറ്റത്ത് നിന്നല്ലേ നമ്മൾ ഈ വരച്ചേക്കുന്നത്. പക്ഷേ ഇവിടെ നോക്കിയേ, അവർ ഇച്ചിരി ഇങ്ങോട്ട് നീക്കിയാണ് വരച്ചേക്കുന്നത് അല്ലേ. ഒരു വര വരച്ചിട്ട് മറ്റൊരു വര ഒരറ്റത്ത് നിന്നും വരയ്ക്കുന്നതിന് പകരം വരയിലെ വേറൊരു സ്ഥാനത്ത് കൂടി വരച്ചാലോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഇനി എവിടെ വെച്ച് വരച്ചാലും നേരെ ഇരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും കുഞ്ഞുങ്ങളെ? അത് എന്തായിരിക്കും? റൈറ്റ് ആംഗിൾ ആട്ടോ, റൈറ്റ് ആംഗിൾ ആണ്. കുത്തനെയും ചരിഞ്ഞും നമുക്ക് വരയ്ക്കാമെന്ന് അവർ പറയുന്നുണ്ട്. കുത്തനെയാകാം, ചരിഞ്ഞുമാകാം. എങ്ങനെ വരച്ചാലും രണ്ടാമത്തെ വരയുടെ ഇരുവശത്തായി 2 കോണുകൾ ഉണ്ടാകുമല്ലോ. നോക്കൂ കുഞ്ഞുങ്ങളെ, ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു കോണുണ്ട് അല്ലേ, ഇവിടെയും ഒരു കോണുണ്ട്, 2 കോണുണ്ടെന്നാ പറയുന്നത്. പക്ഷെ ഇത് നോക്കിയേ, നേരെയല്ല ഇരിക്കുന്നത്. നേരെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ, അവിടെ ഒരു കട്ട കേട്ടോ. ഇതൊരു ഞാൻ ക്ലൂ ആയിട്ട് അങ്ങ് പഠിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ് കുഞ്ഞുങ്ങളെ ഈ കട്ടപ്പയൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കട്ടയാണ്, നേരെ ഇരിക്കുമെങ്കിൽ കട്ടയാണ്. അപ്പോൾ ഇവിടെ എത്ര വരും? ഇവിടെയും 90 വരും, ഇവിടെയും 90 വരും കേട്ടോ. 90 ഡിഗ്രി. നേരെ എപ്പോൾ ഒരു ആംഗിൾ ഇരുന്നാലും അത് 90 ഡിഗ്രിയാണ് കേട്ടോ. അതായത് ഇങ്ങനെ വരച്ചാൽ രണ്ടാമത്തെ വരയുടെ ഇരുവശത്തായി 2 കോണുകൾ അവിടെ ഉണ്ടാകും. നോക്കിയേ, ഇവിടെ ഒരു കോണ്, ഇത്രയും ഭാഗം ഒരു കോണല്ലേ. നോക്കിയേ, ഇവിടെ ഒരു കോണ് വരുന്നുണ്ട്, ഇവിടെ ഒരു കോണുണ്ട്, ഇവിടെ ഒരു കോണുണ്ട്. ഇത് നേരെയാണെങ്കിൽ അത് മട്ടമാണ് അല്ലേ. ഇവിടെ നോക്കിയേ, 90യേക്കാൾ ഇത് നോക്കിയേ, ഇത് കുറവുമാണ്, ഇത് കൂടുതലുമാണ് അല്ലേ. ഇത് രണ്ടും 2 ആംഗിൾ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ എന്താണ്? 2 ആംഗിൾ. അപ്പം നോക്കിയേ, 90 കുറവാണ്, ഇവിടെ കൂടുതലാണ്, ഇവിടെ കൂടുതലാണ്, ഇവിടെ കുറവാണ് അല്ലേ. കൂടുതലും കുറവും ഏത് ആംഗിളാണെന്ന് നമ്മൾ പഠിച്ചതാ. വര കുത്തനെയാണെങ്കിൽ ഇരുവശത്തും മട്ടകോണാണ്. നമ്മൾ പറഞ്ഞല്ലോ, 2 വശം കൊണ്ട് ഇവിടെ ചെയ്തിട്ടിട്ടുണ്ട് അല്ലേ. ഞാനത് ഇങ്ങനെ കാണിച്ചതാ. ഇരുവശത്തും എന്താ കുഞ്ഞുങ്ങളെ? മട്ടകോണാണ്. മട്ടകോൺ എന്ന് വെച്ചാൽ എന്താ? റൈറ്റ് ആംഗിൾ ആണ് കേട്ടോ. റൈറ്റ് ആംഗിൾ അല്ലെങ്കിൽ മട്ടകോണ് കേട്ടോ. മട്ടകോൺ, റൈറ്റ് ആംഗിൾ എന്ന് വെച്ചാൽ ഇതെന്താ? 90. കണ്ടോ, അവിടെ കട്ട ഓൾറെഡി കൊടുത്ത കണ്ടോ മട്ടകോൺ. ഇനി ചരിഞ്ഞാണെങ്കിൽ ഒരു വശത്ത്, ചരിഞ്ഞതാണെങ്കിൽ നോക്കി കുഞ്ഞുങ്ങളെ, ഒരു വശത്ത് മറ്റേ വശത്തേക്കാൾ കുറവാണ്. നോക്കി, ഇവിടെ അല്ലേ കുറവ്, ഇവിടെ കൂടുതലാണ് അല്ലേ. ഇത് നോക്കി, ഇവിടെ കൂടുതൽ, ഇവിടെ കുറവ് അല്ലേ. നേരെ അല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കൂടുതലും ഒന്ന് കുറവായിരിക്കും. അതൊക്കെ നമുക്കൊന്ന് ചിന്തിച്ചുകൂടായോ അല്ലേ. നേരെ അല്ല നമ്മൾ വരച്ചെങ്കിൽ ഏതെങ്കിലും ഒരു വശം കൂടുതലും ഏതെങ്കിലും ഒരു വശം കുറവുമായിരിക്കും. ഇവിടെ നോക്കിക്കേ, ഇല്ലയോ. ഇനി ചരിഞ്ഞ വരകളിൽ ഇടതും വലതും കോണുകൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ചരിഞ്ഞ വര, സ്ലാൻഡഡ്, ഓക്കെ, സ്റ്റാൻഡേർഡ് ലൈൻ എന്ന് വെച്ചാൽ ചരിഞ്ഞ വരയിൽ ഇടതും വലതും കോണുകൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാ ചോദിച്ചേക്കുന്നത്. ബന്ധമുണ്ട് കുഞ്ഞുങ്ങളെ. ഇതെന്താ? 90യേക്കാൾ ചെറുതാണ്, ഇത് 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണ് അല്ലയോ. മനസ്സിലായോ? ഇത് ചെറിയതാണ്, എന്താ? ഇത് അക്യൂട്ട് ആംഗിൾ ആണ്, ഇത് ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ് അല്ലേ. വേണേ നമുക്ക് അങ്ങനെ പറയാം അല്ലേ. ഇത് ന്യൂനകോണാണ്, ഇത് ബൃഹത് കോണാണ്, അങ്ങനെ വേണമെങ്കിലും നമുക്ക് പറയാം അല്ലേ. ഇതോ ബൃഹത് കോണാണ്, ഇത് ന്യൂനകോണാണ്, ഇതെന്താ? ഒബ്റ്റ്യൂസും ഇത് അക്യൂട്ടും, എങ്ങനെ വേണമെങ്കിലും നമുക്ക് പറയാം കേട്ടോ. എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അവർ തങ്ങളിൽ ബന്ധം ഉണ്ട്. അടുത്ത ഒരു വര വരച്ച് അതിലെ ഒരു ബിന്ദുവിലൂടെ ചുവടെ കാണുന്നത് പോലെ 50 ഡിഗ്രി കോൺ വരയ്ക്കുകയാണ്. നമ്മൾ ഒരു വര വരച്ചിട്ട് നേരെ ഒരു വര വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? പ്രൊട്രാക്ടർ എടുത്തിട്ട് അതിനകത്തിൽ എന്ത് ചെയ്യുക? ഒരു വര വരയ്ക്കാൻ. ഇവിടെ നോക്കൂ കുഞ്ഞുങ്ങളെ, ഇവിടെ നേരെ ഒരു വര വരയ്ക്കുക കേട്ടോ. നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുന്ന പോലെ ഒരു വര വരച്ച് കാണിക്കുക. അതെ, നേരെ ഒരു വര വരയ്ക്കുക കേട്ടോ. വര വരച്ചിട്ടോ, ഒരു വര വരച്ച് അതിലെ ഒരു ബിന്ദുവിലൂടെ, ഏതെങ്കിലും ഒരു ബിന്ദുവിലൂടെ ചുവടെ കാണുന്നത്, നമുക്ക് ഇന്നടത്തൊന്നുമില്ല, എവിടെ വേണമെങ്കിലും വെച്ചിട്ട് എന്ത് ചെയ്യുക? 50 ഡിഗ്രി കോൺ വരയ്ക്കുക. നമ്മൾ ഇതിൻ്റെ എവിടെയെങ്കിലും വെച്ചോ, അതെ, എവിടെ വേണമെങ്കിലും വെച്ചു കേട്ടോ. എവിടെയെങ്കിലും വെച്ചിട്ട് നമ്മളൊരു 50 ഡിഗ്രി വരയ്ക്കാൻ, 50 നമ്മൾ താഴെയാണ് എടുക്കുന്നത്, 50 ഡിഗ്രി വരച്ചാൽ കണ്ട് ഇവിടെ വരും കേട്ടോ. ഇവിടെ, അതായത് ഞാൻ ഇവിടെ ഒരു കുത്തിയെന്ന് വെച്ചോ, കാരണം ഇവിടെ ആണെന്ന് എൻ്റെ ഒരു സണ്ണിൻ്റെ അവിടെ കൊണ്ടുവരണ്ടേ.
എന്നിട്ട് എന്ത് ചെയ്യുക, ആ സൂര്യനെ അതവിടെ വെക്കുക. ഉണ്ട് കുത്തുന്ന എവിടെയാണെന്ന് നോക്കണേ. എന്നിട്ട് അവിടെ ഒരു മാർക്ക് കൊടുക്കുക. എന്നിട്ട് 50 ഡിഗ്രി വരയ്ക്കാൻ. എന്നിട്ട് ഇവിടുന്ന് കണ്ടോ ഇതിന് നേരെ ഇങ്ങനെ വരയ്ക്കുക. കണ്ടോ ഇതൊന്ന് കണ്ടോ. അപ്പോൾ 50 ഡിഗ്രി വരയ്ക്കുക. അത് നമുക്ക് എവിടെയാണോ നമ്മൾ പ്രൊട്രാക്ടർ വെക്കുന്നത് കേട്ടോ, അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു കുത്ത്, നല്ലൊരു കുത്ത് കൊടുക്കണം കേട്ടോ. കാരണം പ്രൊട്രാക്ടർ വെക്കുന്ന അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇങ്ങോട്ട് മാറിക്കൊണ്ടേ ഇരിക്കും കേട്ടോ. ആ പ്രൊട്രാക്ടർ വെക്കുന്നിടത്ത് ഒരു കുത്ത് കൊടുക്കണേ നിങ്ങൾ കേട്ടോ. ഓക്കെ ആണോ അത്രയും? അടുത്ത ഇത് മട്ടകോണിനേക്കാൾ എത്ര കുറവാണ് എന്നാ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ചുവടെ കാണുന്നത് പോലെ ഒരു ലംബം വരച്ചാലോ, നിങ്ങൾ ഈ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ രണ്ടുകൂടെ ഞാൻ ഒന്നാമത്തെ പാർട്ടി പറഞ്ഞതാ കുഞ്ഞുങ്ങൾ, ഇതെല്ലാം ഞാൻ പറഞ്ഞതാ. എന്നാലും എനിക്കൊരു ഇത് മനസ്സിലായി കാണുമോ എന്നൊരു ഇതുകൊണ്ടാണ് ഞാനിത് ഒന്നും കൂടെ പറയുന്നത്. എന്താ ഒരു മട്ടകോൺ എന്ന് വെച്ചാൽ എന്താണ്, റൈറ്റ് ആംഗിൾ അല്ലേ. റൈറ്റ് ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ആംഗിൾ അല്ലെങ്കിൽ മട്ടകോണ് കേട്ടോ. മലയാളം ഇംഗ്ലീഷും ഞാൻ പറയുന്നുണ്ട്. മട്ടകോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കുഞ്ഞുങ്ങളെ, 90 ഡിഗ്രി അല്ലേ, 90 ഡിഗ്രിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മട്ടകോൺ അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ, ഇവിടെ ഒരു കട്ട കൊടുത്തേക്കുന്നത് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ കട്ടയുടെ കാര്യം കണ്ടോ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, അവിടെ 90 ഡിഗ്രിയാണ് അല്ലേ, ഇവിടെ 90 ഡിഗ്രിയാണ്. അപ്പോൾ കാണുന്നത് ഒരു ലംബം വരച്ചാലോ, ഇതിനെയായി ലംബം വരച്ചത്. ചരിഞ്ഞ വരയ്ക്കും ലംബത്തിനും ഇടയ്ക്കുള്ള കോൺ എത്രയാണ്? ചരിഞ്ഞ വര നമ്മുടെ അടുത്ത് പറഞ്ഞു 50 ഉണ്ട് കേട്ടോ. അതിനിപ്പുറത്ത് എത്ര ഉണ്ട്, 90 ഉണ്ട്. നിങ്ങൾ അറിയണേ കുഞ്ഞുങ്ങളെ കേട്ടോ. ഇനി അറിയേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഈ വര വരച്ചല്ലോ, ഈ വരയുടെ ഇവിടുന്ന് ഇങ്ങനെ ഇത്രയും ഭാഗം എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ് കേട്ടോ. 180 ഡിഗ്രിയാണ്. ഇവിടം മുതൽ എവിടം വരെയാണ്, ഇവിടം മുതൽ നമ്മുടെ പൊട്രാക്ടറില്ലേ, ആ പൊട്രാക്ടർ മനസ്സിൽ വരണേ. കാരണം ഇനിയുള്ള കണക്കുകളെല്ലാം അതാണ്. ഈ പൊട്രാക്ടറിൻ്റെ മെഷർ നിങ്ങൾ അവസാനം നോക്കിയേ 180, രണ്ട് സൈഡ് നോക്കിയേ 180. അപ്പോൾ നിങ്ങൾ എപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയൊക്കെ കൊടുത്തിട്ടുണ്ട്, ഈ വര നിങ്ങൾ എപ്പോഴും ഓർത്തോണം 180 എന്ന് ഓർത്തോണം കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ 90 ഉണ്ട്, ഇവിടെ 50 ഉണ്ട്. അപ്പോൾ എത്ര നിങ്ങളെ, 90 + 50 എത്രയാണ്, 140. അതായത് 9, 10, 11, 12, 13, 14, 140 കേട്ടോ. 140 ഡിഗ്രി മനസ്സിലായോ? അപ്പോൾ ഇവിടെ എത്രയായിരിക്കും, കുഞ്ഞുങ്ങളെ മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇവിടെ 50 ഡിഗ്രി നമുക്ക് തന്നിട്ടുണ്ട്. ഈ കട്ട കണ്ടാൽ ഞാൻ പറഞ്ഞില്ലോ, തുടക്കം മുതലേ പറയുന്നുണ്ട് എന്താ, അത് 90 ഡിഗ്രിയാണ്. അത് 90 ഡിഗ്രിയാണ്. അപ്പം 90 ഉണ്ട്, 50 ഉണ്ട്. 90 50യുടെ കൂട്ടിയപ്പോൾ നമുക്ക് എത്ര കിട്ടി, 140 കിട്ടി. എന്തിനായി കൂട്ടുന്നതെന്നല്ലേ ഞാൻ പറഞ്ഞില്ലേ, ഇത് മൊത്തത്തിൽ എത്ര, 180 ആണ്. അപ്പോൾ ഇത് രണ്ടുകൂടെ കൂട്ടിയപ്പം 140 കിട്ടി. എത്ര ഇവിടെ വരേണ്ടത്, അപ്പം 180 ആണ് മൊത്തം വരേണ്ടത്. നമുക്കിവിടെ 140 കിട്ടി. അപ്പോൾ ബാക്കി എത്ര വരണം, 40 ഇവിടെ വരണം കേട്ടോ. മനസ്സിലായോ? തന്നെയുമല്ല, നിങ്ങൾക്ക് അങ്ങനെയും ചിന്തിക്കാം. നമ്മൾ പറഞ്ഞില്ലേ, ഒരു റൈറ്റ് നേരെ വരച്ച് കഴിഞ്ഞാൽ, നേരെയാ വരയ്ക്കുന്നതെങ്കിൽ അതിൻ്റെ ഇപ്പുറം എത്ര ആയിരിക്കും, 90 ആയിരിക്കും. അതിൻ്റെ ഇപ്പുറം എത്ര ആയിരിക്കും, 90 ആയിരിക്കും. അതുകൂടെ ഒന്ന് ചിന്തിച്ചോണേ. ഓക്കെ, 5, 4, 9, 90. ഇപ്പുറവും 90 ആയിരിക്കും വരയ്ക്ക്, അപ്പുറവും 90 ആയിരിക്കും കേട്ടോ. അത് മറക്കല്ലേ, രണ്ട് സൈഡും 90 ആയിരിക്കും. ഇനി ചരിഞ്ഞ വരയ്ക്കും ലംബത്തിനും ഇടയുള്ള കോൺ എത്ര എന്ന് നമുക്ക് കിട്ടി, 40 ഡിഗ്രിയാണ്. അപ്പോൾ മറുവശത്തെ കോൺ മട്ടത്തേക്കാൾ എത്ര കൂടുതലാണ്? അത് നമ്മളിപ്പോൾ ചെയ്തു, എല്ലാം നമ്മൾ ചെയ്തു. അവർ ആ സ്റ്റെപ്പ് കാണിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ 50 ആണെങ്കിൽ ഇവിടെ എത്ര കുഞ്ഞുങ്ങളെ, 40 കാരണം 50ഉം 40ഉം കൂടെ വന്നപ്പം ഇവിടെ ഓൾറെഡി 90 ആയി കേട്ടോ. 50, 40 കൂടെ വന്നപ്പം 90 ആയി. ഇവിടെ കട്ടയുടെ അർത്ഥവും 90 ആണ്. അപ്പം 90 + 90 രണ്ടും കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് 180 കിട്ടി. മനസ്സിലായോ? ഓക്കെ ആണോ? ഇനി അടുത്ത് നോക്കിക്കേ, ഇനി മറുവശത്തെ കോൺ പറയാമോ? ഇവിടെ നോക്കിയേ, 130ഉം 50ഉം തന്നിട്ടുണ്ട്. 130ഉം 50ഉം കൂടെ കൂട്ടിയപ്പോൾ എത്ര വന്നു, 180. മുമ്പ് ഞാൻ പറഞ്ഞില്ലേ 180. ഇതെന്ന് വെച്ചാൽ ലീനിയർ പെയർ അല്ലെങ്കിൽ രേഖീയ ജോഡി എന്നാണ് പറയുന്നത്. അതിലോട്ട് പോവുക നമ്മളിനിയും കേട്ടോ. അതായത് ഇവിടെ ഒരു ചിത്രം നോക്കൂ, ഇനി ഈ ചിത്രം നോക്കൂ എന്ന് പറയുന്നുണ്ട്. വേണ്ടേ, നമ്മൾ മുമ്പ് പറഞ്ഞില്ലേ, ഒരു വര വരച്ചിട്ട് ഇങ്ങനെ നോക്കണേ നിങ്ങളുടെ, ഈ ഒരു വര വരച്ചിട്ട് കേട്ടോ, അതിനകത്ത് നമ്മൾ എങ്ങോട്ടെങ്കിലും വരച്ചോ, ഒന്ന് ഇങ്ങോട്ട് വരയ്ക്കാം, അല്ലെങ്കിൽ ഒരു വര വരച്ചിട്ട് ഇങ്ങോട്ട് വരയ്ക്കാം, ഒരു വര വരച്ചിട്ട് ഇങ്ങനെ വരയ്ക്കാം, എങ്ങനെ വേണമെങ്കിലും വരച്ചോ. ഇതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് നമുക്ക് തരും. ജസ്റ്റ് ഇവിടെ എനിക്ക് 60 തന്നെന്ന് വെച്ചു. അപ്പോൾ ഇവിടെ എത്രയാണെന്ന് നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഞാൻ ഇവിടെ എന്ന് വെച്ചാൽ ഒരു 30 പറഞ്ഞെന്ന് വെച്ചു. അപ്പോൾ ഇവിടെ എത്ര ആണെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ 90 ആണെന്ന് വെച്ചു. അപ്പോൾ ഇവിടെ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. മനസ്സിലായോ? അപ്പം നമുക്ക് നോക്കിക്കേ, 180 നമ്മൾ പറഞ്ഞു, ഇങ്ങനെ വരയ്ക്കുന്നതിനകത്തിൽ മറ്റൊരു വര വന്ന് മുട്ടിയാൽ
അവിടെ എത്രയായിരിക്കും? അതിൻ്റെ തിയറം എന്നാണ് ഇവിടെ പറയുന്നുണ്ട്. 2 വരകൾ കൂട്ടിമുട്ടുമ്പോൾ, 2 വര എന്ന് പറയുന്നത് ഒരു വരയെ മറ്റൊരു വര വന്ന് കൂട്ടിമുട്ടുമ്പോൾ, അത് ഇങ്ങോട്ട് വരയ്ക്കാം, ഇങ്ങോട്ടോ എങ്ങോട്ട് വേണമെങ്കിലും കൂട്ടിമുട്ടാം. 2 വരകൾ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന 2 കോണുകളുടെ തുക. നോക്കി, ഈ ഒരു വരയെ ഈ ഒരു വര വന്ന് കൂട്ടിമുട്ടി. അപ്പം ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാകുന്നുണ്ട്, ഇവിടെയും ഒരു ആംഗിൾ, 2 ആംഗിളുകൾ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ തുക എപ്പോഴും എത്ര? 180, 180 ആണെന്ന്. 2 വരകൾ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന 2 കോണുകൾ, 2 കോണാവുന്നില്ലയോ നിങ്ങൾ? ഈ വരയെ മറ്റൊരു വര വന്ന് കൂട്ടിമുട്ടിയപ്പോൾ അവിടെ 2 കോണുകൾ അല്ലെങ്കിൽ 2 ആംഗിളുകൾ അവിടെ ഉണ്ടായി. അപ്പോൾ അത് കൂട്ടുമ്പോൾ എത്ര വരണമെന്നാണ് പറഞ്ഞത്? 180 വരണമെന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തോ ചെയ്യണം? 180ൽ നിന്നും 60 അങ്ങ് കുറയ്ക്കണം കുഞ്ഞുങ്ങളെ. ഇവിടെ കേട്ടോ, 60 കുറയ്ക്കുമ്പോൾ ഇവിടെ എത്ര വന്നു? 120 ആണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെ 30 ആണ്. 180ൽ നിന്ന് 30 പോയാൽ ഇവിടെ 150 ആണ്. ഇവിടെ 90 കട്ടയാണ്. 90 എന്ന് വെച്ചാൽ ഇപ്പോഴും എത്ര? 90 ആണ്. ഇപ്പം പിടികിട്ടിയോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ 60 ആണ്. ഇവിടെ എത്ര കിട്ടും? 180ൽ നിന്നും 180ൽ നിന്നും എന്താ ഈ 60 അങ്ങ് കുറയ്ക്കുക, ബാക്കി 120 ആവും കുഞ്ഞുങ്ങളെ ഇവിടെ കിട്ടുന്നത്. 120 എന്ന് എഴുതിയാൽ പോരാ, ഡിഗ്രിയും കൂടെ കൊടുക്കണം. മനസ്സിലായോ? ഓക്കെ ആണോ? നോക്കിയേ, ചരിഞ്ഞ വരയുടെ ഇടതുവശത്തുള്ള കോൺ, ചരിഞ്ഞ വര സ്ലാൻഡഡ് ലൈൻ, നോക്കിയേ സ്ലാൻഡ്, ഈ ചരിഞ്ഞ വരയുടെ ഇടതുവശത്തുള്ള കോൺ എത്ര ഡിഗ്രിയാണ്? എത്രയാണ് നമുക്ക് കിട്ടിയത്? 120 ആണ്. വരകൾ ചേരുന്ന സ്ഥാനത്ത് നിന്ന് മുകളിലേക്ക് ഒരു ലംബം നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. ഈ വരകൾ വന്നെടുത്ത് ലംബം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് നേരെ ഒരെണ്ണം വരച്ചു നോക്കൂ കേട്ടോ. നേരെ ഒന്ന് വരച്ചു നോക്കാൻ. മനസ്സിലായോ? ഇതിനകത്ത് നമ്മളോട് ചോദിച്ചതാണ്, വരകൾ ചേരുന്ന സ്ഥാനത്ത് നിന്ന് മുകളിലേക്കൊരു ലംബം, പെർപെൻഡിക്കുലർ, ഓർമ്മയുണ്ടോ? പെർപെൻഡിക്കുലർ എന്ന് വെച്ചാൽ നേരെ വരയ്ക്കാൻ. ഒന്ന് സങ്കല്പിക്കൂ. വലതുനേക്കാൾ കോൺ 90, അതായത് വലതുവശത്തേക്കാൾ, വലതുവശം എത്ര? 60 അല്ലേ? കോൺ 90 ഡിഗ്രിയേക്കാൾ എത്ര കുറവാണ്? ഇവിടെ 90 വരണമെങ്കിൽ ഇവിടെ എത്രയും കൂടി വരണം കുഞ്ഞുങ്ങളെ? ഇവിടെ 30 കൂടി വരണം അല്ലേ? എങ്കിലേ ഇതെന്താവത്തുള്ളൂ? 90 ആവത്തുള്ളൂ കേട്ടോ. 90 ആവത്തുള്ളൂ. മനസ്സിലാക്കണേ, 90 ആവത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ എത്ര വരും? ഇത് 6 3 9 അല്ലേ? 90 വന്നു. അപ്പോൾ ഇതും എത്ര? 90 വരും. മനസ്സിലായോ? അപ്പോൾ ഇതെന്താ? ഇവിടെയും കൂടെ ഇവിടെ ഇത് എന്താ നേരെ വരയ്ക്കുന്നെങ്കിൽ എപ്പോഴും ഓർത്തോണം, ഇത് 90 വരണം. ഇത് എത്ര ആംഗിൾ ഇവിടെ ഉണ്ടെങ്കിലും അത് മൊത്തോടെ കൂട്ടുമ്പോൾ 90 വരണം. ഇവിടോ ഇത് ഇപ്പുറത്ത് 90 വരണം. ഇപ്പോൾ ഇപ്പുറത്ത് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ എന്തിനാ 120 വന്നതെന്ന് ചോദിച്ചാൽ മൊത്തം എത്ര എന്ന് നമ്മളോട് ചോദിച്ചത് കൊണ്ടാണ് കേട്ടോ. 90യും 30യും കൂടെ കൂട്ടിയപ്പോഴാണ് 180 വന്നത്. 180 അല്ല 120 വന്നത്. മനസ്സിലാക്കണേ, നമ്മൾ മുമ്പ് ചെയ്തില്ലേ? അതാ കേട്ടോ, മുമ്പ് ചെയ്ത പോലെ. ഇടതുവശത്തെ കോണ് 90-നേക്കാൾ എത്ര കൂടുതലാണ്? ഇടതുവശത്തേത് 90-നേക്കാൾ 90, 100, 110, 30 കൂടുതലാണ്. ആ 30 ആണ് നമ്മളിവിടെ എഴുതിയേക്കുന്നത് കേട്ടോ. ഇടതുവശത്തെ കോൺ എത്രയാണ്? ഇടതുവശത്ത് 30 ഇങ്ങോട്ട് കൊടുത്തപ്പം 90 കേട്ടോ. 2 വരകൾ കൂട്ടിമുട്ടുന്ന ചിത്രങ്ങൾ ചുവടെ കാണിക്കുന്നത് ഇടതുവശത്തുണ്ടാകുന്ന കോണുകളിൽ ഒന്നിൻ്റെ അളവ് ചിത്രത്തിലുണ്ട്. അത് നമ്മൾ എത്രയും വലിച്ച് പഠിക്കേണ്ടാവില്ല. ഇത് നോക്കിയേ, നമ്മളിപ്പോൾ പറഞ്ഞ രീതി അനുസരിച്ച് നോക്കൂ നിങ്ങൾ, ഇവിടെ 100 ഇപ്പം നമ്മൾ പറഞ്ഞ് മനസ്സിലായവർക്ക് ഇത് എളുപ്പം പറയാൻ പറ്റും. നോക്കിയേ, ഒരു വര വരച്ചു, അതിനകത്ത് മറ്റൊരു വര വന്ന് മുട്ടി അല്ലേ, യോജിച്ചു. അപ്പം എന്താ? 100. അപ്പം ഇവിടെ എങ്ങനെ പറയും? 180 ആണെന്ന് നമ്മളിപ്പോൾ ഒത്തിരി വട്ടം കൊണ്ട് പഠിച്ചു. 180ൽ നിന്നും 100 അങ്ങ് പോയാൽ ബാക്കി എത്ര? 80 ആണ് ഇവിടെ കിട്ടുന്നത്. 80 ഡിഗ്രി എന്ന് തന്നെ എഴുതണം കേട്ടോ. ഇവിടോട്ട് 80 ഡിഗ്രി. ഇവിടെ നോക്കിയേ 45 ആണ്. അപ്പം എന്താ? 180 ഡിഗ്രിയിൽ നിന്നും 45 ഡിഗ്രി കുറയ്ക്കണം കേട്ടോ. അപ്പോൾ എത്ര? ഇവിടുന്ന് 10, 10 നിന്ന് 5 പോയാൽ 5, പിന്നെ ഇവിടെ 7 ആണ്, 4 3 7 ആണ് 1. അപ്പോൾ ഇവിടെ 135 ഡിഗ്രിയാണ്. ഇവിടെ നോക്കിയാൽ 30 ആണ്. 180ൽ നിന്ന് 30 പോയാൽ 150 ആണ്. അപ്പോൾ ഇവിടെ 150 ഡിഗ്രിയാണ്. ഇവിടെ 80 ആണ്. 100ൽ നിന്നും 80 കുറച്ചാൽ 180ൽ നിന്നും 80 കുറച്ചാൽ ബാക്കി 100 ആണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തോ മനസ്സിലായോ നിങ്ങളെ? നിങ്ങൾക്ക് ഈ അതായത് ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ, ഒരു വര വരയ്ക്കുക. ആ വരയിൽ ഇവിടെ നിന്നോ എവിടുന്നെങ്കിലും ഒരു വര വന്ന് ഇതിനെ മുട്ടിയാൽ, അപ്പോൾ അതിൻ്റെ എന്താ ഒരു മെഷർ കാണുമല്ലോ. ഇപ്പം ഞാൻ പറയുക ഇവിടെ എത്ര? 60 ഉണ്ടെന്ന് ഞാൻ അങ്ങ് പറയുക. 60 ഉണ്ട്. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും എന്ന് ചോദിച്ചാൽ എന്താ? 180ൽ നിന്നും 60 അങ്ങ് കുറച്ചാൽ 120 ആയിരിക്കും ഇവിടെ വരുന്നത്. അത്രയേ ഉള്ളൂ.
എളുപ്പമല്ലേ ഈ ചാപ്റ്റർ അല്ലേ? എളുപ്പം. നോക്കൂ കുഞ്ഞുങ്ങളെ, ഇവിടെ ഈ കണക്കുകളിലെല്ലാം കണ്ടത് എന്താണ് എന്നാണ് നമ്മളോട് ചോദിച്ചത്. അതായത് 2 വരകൾ കൂട്ടിമുട്ടുമ്പോൾ 2 കോണുകൾ ഉണ്ടാകുന്നു, ശരിയല്ലേ? ഒരു വരയെ മറ്റൊരു വര കൂട്ടിമുട്ടുമ്പോൾ ഇവിടെ 2 കോൺ, ഇവിടെ ഒരെണ്ണം ഇവിടെ ഒരെണ്ണം, 2 ആംഗിളുകൾ അവിടെ ഉണ്ടാകുന്നു. വരകൾ പരസ്പരം ലംബമാണെങ്കിൽ വരകൾ, ഇനി ഈ വര എന്താ പരസ്പരം ലംബമാണെന്ന് ഉദ്ദേശിക്കുന്നത്. ലംബം എന്ന് വെച്ചാൽ എന്താ? താഴോട്ടല്ലേ, പെർപെൻഡിക്കുലർ. ലംബമാണെങ്കിൽ അവിടെ എന്താ? അവിടെ 2 മട്ട കോണാണ് എന്ന് വെച്ചാൽ ഇവിടെയും 90 ഇവിടെയും 90 മട്ടമാണ് നമുക്ക് കിട്ടുന്നത്. റൈറ്റ് ആംഗിൾ ആണ് കേട്ടോ. അല്ലെങ്കിൽ ഒരു കോൺ മട്ടത്തേക്കാൾ കുറവും മറ്റേത് മട്ടത്തേക്കാൾ കൂടുതലുമായിരിക്കും, ശരിയല്ലേ? മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ, ഇനി ഇങ്ങനെയാ വരയ്ക്കുന്നതെങ്കിൽ നോക്കിയേ 90-നേക്കാൾ കുറവാണ്, ഇപ്പുറത്ത് നോക്കിയേ 90-നേക്കാൾ കൂടുതലാണ് അല്ലേ? നേരെയാണെങ്കിൽ മാത്രമേ 2 സൈഡിൽ 90 കിട്ടത്തുള്ളൂ, ഇല്ലെങ്കിൽ ഒന്ന് കുറവും ഒന്ന് കൂടുതലുമായിരിക്കും അല്ലേ? ചെറിയ കോൺ മട്ടത്തേക്കാൾ എത്ര കുറവാണോ വലിയ കോൺ മട്ടത്തേക്കാൾ അത്രയും തന്നെ കൂടുതലായിരിക്കും. അപ്പോൾ വരകൾ എങ്ങനെയായാലും അവ തമ്മിൽ കൂട്ടിയാൽ ഡിഗ്രി എത്ര ഡിഗ്രി ആവുമെന്ന് നമ്മൾ എന്താ 180-ൽ നിന്നും എത്രയാണോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അത് 180-ൽ നിന്നും കുറച്ച് കാണിക്കണം കേട്ടോ. അപ്പം ഈ കണക്ക് നമ്മൾ ഒന്നാമത്തെ പാർട്ടി ചെയ്തായിരുന്നു കുഞ്ഞുങ്ങളെ. ഇത് കണ്ടാലേ നിങ്ങൾക്ക് അറിയാം അല്ലേ? ഇതെന്ന് വെച്ചാൽ മൊത്തം എത്ര വരണം? 180 വരേണ്ടത്. നമുക്ക് എത്ര ഉണ്ട്? 50ഉം 25ഉം 75 നമുക്ക് ഉണ്ട് അല്ലേ? ഇവിടെ എത്ര ഉണ്ട്? 50ഉം 25ഉം 75 ഇവിടെ വരെ ഉണ്ട്, പക്ഷെ ഇവിടെ ഇല്ല. അപ്പോൾ എത്ര? 180-ൽ നിന്നും 75 അങ്ങ് കുറയ്ക്കണം കേട്ടോ. അപ്പം 0-ൽ നിന്ന് 5 പോലെ ഇങ്ങോട്ട് എടുത്തു, 10, 10-ൽ നിന്ന് 5 പോലെ 5, പിന്നെ 7, 0, 1. ഇവിടെ എത്ര കുഞ്ഞുങ്ങളെ? 105 ഡിഗ്രിയാണ് ഇവിടെ വരുന്നത്. കാരണം എന്താ? ഇത് മൊത്തം നമ്മളിപ്പോൾ ഒത്തിരിയും വട്ടം പറഞ്ഞു, ഇത് മൊത്തം എന്ന് പറയുന്നത് 180 അപ്പോൾ ഇവിടെ വരെ ഇതിങ്ങനെ വന്ന് ഇവിടെ വരെ ആയപ്പോൾ 75 ആയി. അപ്പോൾ ഇനി എത്ര കൂടി വേണം? 180 ആവാൻ എത്ര കൂടി വേണം? അങ്ങനെയും ചിന്തിക്കാം. എത്ര? 105 കൂടി വേണം. പിന്നെ ഇത് സെറ്റ് സ്ക്വയറിൻ്റെ ആണ്, അത് ഞാൻ പറഞ്ഞതാണ്. നമ്മുടെ സെറ്റ് സ്ക്വയറിൻ്റെ മെഷറൊക്കെ ഞാൻ പറഞ്ഞു കുഞ്ഞുങ്ങളെ, ഒന്നാമത്തെ പാർട്ടി പറഞ്ഞതാണ്, എന്നാലും ഒന്നുകൂടി ഒന്ന് പറഞ്ഞതാണ്. നോക്കിയേ, ഈ സെറ്റ് സ്ക്വയറിൻ്റെ മെഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ടേ, ഈ ഒരു സെറ്റ് സ്ക്വയർ എടുക്കുക. വേണ്ടേ, ഇതിൻ്റെ എൻ്റെ കയ്യിലേ പിള്ളേരെ ഇന്ന് കാർബണിനെ കുറിച്ച് പഠിപ്പിച്ച കേട്ടോ. എൻ്റെ കൈ നോക്കുമ്പോൾ അതാ കാണുന്നത്. കാർബണേ 10 CBSEക്ക് കാർബണിനെ കുറിച്ച് പഠിക്കാണ്ട് കേട്ടോ. അപ്പോൾ ഒരു കുട്ടിക്ക് സംശയം തോന്നി, ഇപ്പോൾ കയ്യിൽ എഴുതി കാണിച്ചത്. അന്നേരം എനിക്ക് ബുക്ക് കിട്ടിയില്ല കുഞ്ഞില്ല, അതുകൊണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഒരു സെറ്റ് സ്ക്വയറിൻ്റെ കേട്ടോ ഏറ്റവും കുഞ്ഞു വശം, ഏറ്റവും ചെറിയ വശം എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. ഏതുറക്കത്തിൽ ചോദിച്ചാലും പറയണം കേട്ടോ. ഒരു സെറ്റ് സ്ക്വയറിൻ്റെ ഏറ്റവും ചെറിയ വശം. പിന്നെ നല്ല ഉറക്കത്തിൽ കിടക്കുമ്പോൾ ഞാൻ സെറ്റ് സ്ക്വയർ ഞാൻ ഇച്ചിരി കൂടെ കഴിഞ്ഞ് എഴുന്നേക്കുന്നുള്ളൂ എന്നല്ലേ കുഞ്ഞുങ്ങളെ നമ്മൾ പറയുന്നത്? നല്ല ഉറക്കത്തിൽ കിടക്കുമ്പോൾ അതാണ് പറയുന്നത്, ഇല്ലയോ? ഓക്കെ കുഞ്ഞുങ്ങളെ, ഇവിടെ നമുക്ക് 2 സെറ്റ് സ്ക്വയർ നമ്മുടെ ഇൻസ്ട്രുമെന്റ് ബോക്സിൽ ഉണ്ട്. എന്തുവാ? നമുക്ക് മേടിച്ച് തരുമ്പോൾ നമ്മുടെ കയ്യിലുണ്ട് അല്ലേ? ഒരാഴ്ച കഴിയുമ്പോൾ ഇതിൽ ഓരോന്ന് പോകും, സ്വാഭാവികം ഇല്ലേ? ഇപ്പം നമ്മുടെ കയ്യിൽ പുതിയത് ഈ വർഷം മേടിച്ച് തന്നത് കാണുമായിരിക്കും ഇല്ലേ? അപ്പം ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ഈ സെറ്റ് സ്ക്വയറിനെ നിങ്ങളാണ്ട് ഇങ്ങനെ വെച്ചേ, 2 നോക്കിക്കേ, ഇവിടെ നോക്കണേ. അതെ, ഈ 2ൻ്റെയും ഈ സൈഡ് 90 ഡിഗ്രി ആട്ടോ, 90 ഡിഗ്രി. ഈ 2 സെറ്റ് സ്ക്വയറിൻ്റെയും ഒരു വശം 90 ഡിഗ്രിയാണ് കേട്ടോ. അതൊന്ന് നിങ്ങളുടെ സെറ്റ് സ്ക്വയർ എടുക്കുവാണ്ട കണ്ടോ, 2ൻ്റെയും ഒരു വശം 90 ഡിഗ്രിയാണ്. ഓക്കെ ആണോ? ഇനി ഇതെടുത്തിട്ട് ഒരെണ്ണം 90 ആണെങ്കിൽ ഇത് 45ഉം ഇത് 45ഉമാണ്. 45 കേട്ടോ. ഇത് നോക്കിക്കേ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെറ്റ് സ്ക്വയറിൻ്റെ മെഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 180 ആണ്. ഇനി ഇവിടെ നോക്കിക്കേ, ഇതിൻ്റെ ഏറ്റവും ചെറിയ വശം എന്ന് വെച്ചാൽ 30 ആണ് കുഞ്ഞുങ്ങൾ കേട്ടോ. 30, അതിൻ്റെ ഇപ്പുറത്ത് 60. അതായത് ഇത് 3 കൂടെ കൂട്ടുമ്പോഴും എത്ര വരണം? 180 വരണം. 180 ആണ്. മനസ്സിലായോ? ഇവിടെ 30ഉം ഇവിടെ 60ഉം ആയപ്പോൾ തന്നെ 90ആയി. 90ഉം ഇവിടുത്തെ 90, ഒരു സൈഡ് എപ്പോഴും 90 ആണല്ലോ. അപ്പോൾ 90ഉം 60ഉം 30ഉം കൂടെ ആയപ്പോൾ തന്നെ 180 ആയി. ഇവിടെ അതുപോലെ എന്താ, ഈ ഒരുപോലെ ഇരിക്കുന്ന 2 സൈഡ് ഉണ്ടല്ലോ, അത് 2 45 ആണ്, ഇത് 90 ആണ് കേട്ടോ. അത് നമ്മുടെ സെറ്റ് സ്ക്വയർ വെച്ചിട്ട് തന്നെ ഇങ്ങനെ വരച്ച് കാണിച്ചിരിക്കുകയാണ്. ഇവിടെ എത്ര ആയിരുന്നു നിങ്ങളെ? ഇത് നോക്കിക്കേ, നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം. അതായത് ഈ വശം 60 ഡിഗ്രിയാണ് കേട്ടോ, ഈ വശം 30 ആണ്, ഇത് 90 ആണ്. ഇവിടെ നോക്കി, ഇത് 45 ആണ്, ഇത് 90 ആണ്, ഇത് 45 ആണ് അല്ലേ? സെറ്റ് സ്ക്വയർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 നമുക്കറിയാം, ഒരു ലൈനാണ് അവിടെ പോയിരിക്കുന്നത്, അതിൽ 2 ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അല്ലേ? ഇവിടെ നോക്കിക്കേ, ഇങ്ങനെയല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എത്ര ഉണ്ട്? 60 ഉണ്ട്. ഇവിടെ എത്ര ഉണ്ട്? 45 ഉണ്ട്. അപ്പോൾ ഇവിടെ എത്ര ആയിരിക്കും നിങ്ങൾ? കാരണം ഇത് മൊത്തം എത്ര? 180 ആണ് അല്ലേ? നമ്മൾ പഠിച്ചു. അപ്പം 60ഉം 45ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര? 60, 45, 5, 6, 4, 105 അല്ലേ? ഇവിടെ എത്ര വരണം? അപ്പം 180-ൽ നിന്നും 105 അങ്ങ് പോയി കഴിഞ്ഞാൽ
5 പിന്നെ 7 75. അപ്പോൾ ഇവിടെ എത്ര വരും? 75 ഡിഗ്രി വരും. ആർക്കെങ്കിലും സംശയമുണ്ടോ? അതായത് ഇവിടെ ദാണ്ട് ഈ പടം ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ സെറ്റ് സ്ക്വയർ മാറ്റി കഴിയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അല്ലേ? അപ്പം ഈ 60 ഇവിടെ ഉണ്ട്, 45 ഇവിടെയുണ്ട് കേട്ടോ. പരീക്ഷയ്ക്ക് ചിലപ്പം സെറ്റ് സ്ക്വയർ ഒന്ന് തിരിച്ച് വെച്ച് കാണിച്ചാൽ ഞങ്ങളെ അത് പഠിപ്പിച്ചില്ല എന്ന് പറയല്ലേ നിങ്ങളെ. ഇതിപ്പോൾ നിങ്ങൾക്ക് ഓരോ മോഡൽ കാണിക്കുക, ഇങ്ങനെ കാണും കേട്ടോ. അപ്പോൾ ഈ സെറ്റ് സ്ക്വയർ നേരെ തിരിച്ച് ഇങ്ങോട്ട് ഇവിടെ 30, ഇതെടുത്ത് ഇപ്പുറം വെച്ചിട്ട് 30 ആണെങ്കിലോ നിങ്ങൾ ഓർത്തോണം ഇത് മൊത്തത്തിൽ 180 ആണ്. അപ്പോൾ നമുക്ക് 30 ആണെങ്കിൽ ഇവിടെ 30ഉം 45ഉം കൂടെ കൂട്ടിയിട്ട് 180ൽ നിന്നും കുറച്ച് കാണിച്ചാൽ മതി കേട്ടോ. നമ്മളെ ചെക്ക് ചെയ്യാൻ വേണ്ടി, നമ്മൾ പഠിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഏത് രീതി വേണമെന്നും ചോദിക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, അടുത്തത് ചുവടെയുള്ള ചിത്രത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന 3 കോണുകളിൽ ഇടതും വലതും കോണുകൾക്ക് ഒരേ അളവാണ്, ഓരോന്നും എത്ര ഡിഗ്രിയാണ് എന്നാ ചോദിച്ചിരിക്കുന്നത്. നോക്കൂ കുഞ്ഞുങ്ങളെ, ഇവിടെ 30 ആണ്. നമുക്കറിയാം ഈ സെറ്റ് ഇങ്ങനെ എപ്പോൾ ചോദിച്ചാലും നമുക്കറിയാം ഇത് എത്ര കുഞ്ഞുങ്ങളെ, ഇത് 180 ആണ്. ഇനി എപ്പോൾ ചോദിച്ചാലും ഞങ്ങളത് പറയും ഇത് 180 ആണ്. അതിനകത്ത് നടുക്ക് ഇത്രയും ഭാഗം തന്നിട്ടുണ്ട്, എത്ര? 30 ഡിഗ്രി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എത്ര? 30 ഡിഗ്രി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി എത്ര ഉണ്ട്? 150 ഡിഗ്രിയാണ് ബാക്കി നമുക്കുള്ളത്. പക്ഷേ അതെങ്ങനെ എവിടെ കൊടുക്കും? രണ്ടിടത്ത് നോക്കി കൊടുക്കാനുണ്ട്. രണ്ടിടത്തും എന്തോന്നറിയോ, തുല്യമായിട്ട് അങ്ങ് കൊടുത്താൽ മതി കേട്ടോ. തുല്യമായിട്ട് കൊടുക്കുക എന്ന് വെച്ചാൽ എന്താ? 150 രണ്ട് പേർക്കും തുല്യമായിട്ട് കൊടുക്കുക എന്ന് വെച്ചാൽ 150നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. നമ്മൾ ഏതൊരു സംഖ്യയും തുല്യമായിട്ട് വീതിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കുഞ്ഞുങ്ങളെ, അത് ഒരു 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നോക്കിയേ, 7 2 14, 10 5 2 10. നോക്കിയേ എത്ര വന്നു? 75. അപ്പോൾ ഇവിടെ 75 ഡിഗ്രി, ഇവിടെയും 75 ഡിഗ്രി. 2 പേർക്കും തുല്യമായിട്ട് കൊടുക്കണം കേട്ടോ. എന്തുകൊണ്ടാന്ന് പറഞ്ഞ് നോക്കിയേ, ഇടതും വലതും കോണുകൾക്ക് ഒരേ അളവാണ്. ഓക്കെ, ഒരേ അളവാണ്. കാരണം 30 നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നു അല്ലേ? 30 തന്നിട്ടുണ്ട്. അപ്പം നമുക്കറിയാം ഇതെത്ര? 180 ആണെന്ന്. 180 നിന്നും 30 കുറച്ചാൽ 150. ആ 150 2 പേർക്കും തുല്യമായിട്ട് വീതിച്ചു കൊടുക്കും. ഓക്കെ ആണോ? ഒരെണ്ണം കൂടെ അങ്ങ് ചെയ്യാം. 2 വരകൾ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന കോണുകളിൽ ഒരു കോൺ മറ്റേ കോണിൻ്റെ 2 മടങ്ങാണ്. 2 കോണുകളുടെയും അളവ് എന്താണ്? എന്താ നിങ്ങളെ, 2 വരകൾ കൂട്ടിമുട്ടുമ്പോൾ, ഞാൻ പേപ്പറിൽ ചെയ്തത് അല്ലേ, 2 വരകൾ മുട്ടുമ്പോൾ ഉണ്ടാകുന്ന കോണുകളിൽ, ഇപ്പോൾ ഇതൊരു വര ഇവിടെ നിന്ന് ഇങ്ങനെ വന്നെന്ന് വെച്ചോ കേട്ടോ. ഇതൊരു വരയാണ്. ഈ വരയെ മറ്റൊരു വര വന്ന് കൂട്ടിമുട്ടുക എന്ന് വെച്ചോ. എത്രയൊക്കെയാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. പക്ഷേ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന കോണുകളിൽ ഒരു കോണ്, ഇപ്പോൾ ഒരു കോണിനെ എക്സ് എന്ന് കൊടുക്കുക, മറ്റേ കോണിൻ്റെ 2 മടങ്ങാണ്. ഈ കോണിൻ്റെ 2 മടങ്ങാണ്. മനസ്സിലാക്കണേ. ഇതിപ്പം 10 ആണെങ്കിൽ ഇതെത്ര? 20 ആവും. ഇത് 20 ആണെങ്കിൽ ഇത് 40 ആകും. മനസ്സിലായി? ഇതിൻ്റെ 2 മടങ്ങാണെന്നാ ഞാൻ ചുമ്മാ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. ഇപ്പം ആദ്യത്തെ കോണ് ഞാൻ പറയാം 10 ആണ്, അല്ലെങ്കിൽ ഇത് 10 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ 2 ഇരട്ടിയായിരിക്കണം ഇപ്പുറത്ത് വരുന്നത് കേട്ടോ. കോണുകളുടെ അളവ് എന്താണെന്ന് കണ്ടുപിടിക്കാനാണ്. മനസ്സിലാക്കണേ. ഇത് 10 ആണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും നിങ്ങളെ? 20. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര വരണം? 180 വരണേ. അത് മറക്കല്ലേ. കാരണം ഇതെന്താ, മൊത്തത്തിൽ കൂട്ടുമ്പോൾ 180 വരികയും വേണം. അപ്പോൾ നോക്കിയേ, 10 ആണെങ്കിൽ അതിൻ്റെ ഇരട്ടി 20. അപ്പോൾ രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 30 വരും. 30 അല്ലേ 180 വരണേ. അടുത്ത ഞാൻ പറയാം 20. 20ൻ്റെ ഇരട്ടി എത്ര? 40. 40 എത്ര? 4 2 60 ആവുന്നുള്ളൂ. അടുത്ത ഞാൻ പറയാം 30. 30ൻ്റെ ഇരട്ടി 60. അപ്പോൾ എത്ര? 90 വന്നു. മനസ്സിലാക്കി നോക്കണേ. അടുത്ത ഞാൻ പറയാം 40. 40ൻ്റെ ഇരട്ടി 80. 8 4 12, 120 ആയതേ ഉള്ളൂ. അടുത്തത് 50. 50ൻ്റെ ഇരട്ടി 100 ആണ്. പറ്റുമോ? 150 ആവുന്നതേ ഉള്ളൂ. അടുത്തത് 60 ആണ്. 60ൻ്റെ ഇരട്ടി 120 ആണ്. 120 60 180. അത് കിട്ടിയല്ലേ. അപ്പോൾ എത്ര ഇവിടുത്തെ ആൻസർ? ഒരു ചെറിയ ആംഗിള് 60 വരും, വലുത് 120 വരും. ഇതൊക്കെ നമ്മളെ ഇങ്ങനെയൊക്കെയുള്ള കണക്കുകളായിരിക്കും എപ്പോഴും ട്വിസ്റ്റ് കേട്ടോ. ക്വസ്റ്റ്യൻ ഇങ്ങനെയൊക്കെയുള്ളതേ വരത്തുള്ളൂ കുഞ്ഞുങ്ങളെ. കാരണം നിങ്ങൾക്കത് ചെറിയ ആംഗിളും വലിയ ആംഗിളും എങ്ങനെ വരുന്നു എന്നൊക്കെ അറിയണം കേട്ടോ. ഇത് ഞാൻ കുറച്ച് വിശാലമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി. ഇതിൻ്റെയൊക്കെ ചിലപ്പോൾ കുറച്ച് ഒറ്റ വാക്കിൽ എഴുതത്തക്ക രീതിയിൽ പഠിപ്പിക്കാം. പക്ഷേ അങ്ങനെ പഠിച്ചുകൊണ്ട് ഇതിൻ്റെ വേറൊരു മോഡൽ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ സ്റ്റെപ്പായിട്ട് എഴുതിയത് കേട്ടോ.
എന്താ ചെറിയത് 10 ചെറിയ ആംഗിൾ 10 അതിൻ്റെ ഇരട്ടിയാണ് വലിയ ആംഗിൾ. അപ്പോൾ 10ൻ്റെ ഇരട്ടി 20, 20ൻ്റെ ഇരട്ടി 40, അങ്ങനെ വന്നപ്പോൾ 60, 60ൻ്റെ ഇരട്ടി 120. അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് എത്ര കിട്ടി? 180 അല്ലേ? ഇത് മൊത്തം എത്ര നമ്മൾ പഠിച്ചതാണ്? 180 ഡിഗ്രി. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചു കുഞ്ഞുങ്ങളെ. നമുക്ക് പാർട്ട് 3 ബാക്കി പഠിക്കാം കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.